പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകന്മാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹനിരഭരമായ അഭിവാദനങ്ങളും ആശംസകളും നേരുകയാണ്. അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ ചെമ്പരോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ, സ്വാഗതം ആശംസിച്ച ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായി പ്രവർത്തിക്കുന്ന ശ്രീ പരസമ്പടത്തിൽ, മറ്റ് ഇവിടെ ചേരുന്നവരും കാത്തിരിക്കുന്നതുമായ പി ഇന്ദിര, കെ വി ബിജു, കെ സുരേഷൻ, പി രതീശൻ, ശ്രീജാമഠത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ നിറഞ്ഞ സാന്നിധ്യമാണ്. സുനിൽകുമാർ കെ, ദിനേശ് ബാബു, റീന കുമാരി, റഷീദ് സി പി, രേഖ എൻ, നന്ദി പറയുന്ന കെ പ്രകാശ് ഉൾപ്പെടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസ നേരുകയാണ്. ഞാൻ ഒരു ക്ഷമാപണ പ്രസംഗമാണ്, എൻ്റെ പ്രസംഗം നടത്തുന്നില്ല. കാരണം ഒരു ഉദ്ഘാടന പ്രസംഗം അത് ഉൾക്കൊള്ളുന്ന ചില കാഴ്ചപ്പാടുകളും പരിപാടികളും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളേവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ ആദരവിൻ്റെയും അനുമോദനത്തിൻ്റെയും സംഗമീയത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി സ്നേഹാദരപുരസ്സരം, സത്യാദരപൂർവ്വം വിനയപുരസ്സരം ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇവിടെ സംസ്ഥാന ജില്ലാ കലാ കായിക മേളകളിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു വിശിഷ്ടമായ ചടങ്ങാണ്. അതിന് സാധ്യമാകത്തക്ക നിലയിൽ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഏറെ സമയം പങ്കെടുക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഇവിടെ ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ ഫൈനലിസ്റ്റ്, സംസ്ഥാന കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, ലളിതഗാനം, ഗസൽ ആലാപനം എന്നീ ഇനങ്ങളിൽ 4 ഗ്രേഡും കരസ്ഥമാക്കിയ ചെമ്പരോട് സ്കൂൾ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള മുഹമ്മദ് സിദ്ദിഖ് താജിന് ഒരു പ്രത്യേക അവാർഡ് ഇവിടെ നൽകുകയാണ്. പ്രതിഭകളെന്ന് പറഞ്ഞാൽ അത് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല, അത് സർഗാത്മകമായി ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒരു പ്രകൃതിയുടെ അമൂല്യമായ വരദാനമാണ്. അത് സ്വീകരിച്ച എൻ്റെ മാന്യ സുഹൃത്ത്, സഹോദരൻ ഇതിനാൽ താജിന് ഒരിക്കൽ കൂടി ഞാൻ അഭിവാദനം അർപ്പിക്കാം. ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് സർക്കാരിനൊരു കാഴ്ചപ്പാടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സമൂർത്തമായ പുരോഗതി കൈവരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയും പരിപാടികളുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് 1-ാം സ്ഥാനം കേരളത്തിന്. നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല തുടങ്ങി ക്രമസമാധാന പാലനം തുടങ്ങി ഒരുപാട് A+കൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിന്. അതിൽ നായകത്വം നൽകുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ശക്തി ചൈതന്യമായ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്കെല്ലാം അറിയും. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആ ബഹുമതി കരസ്ഥമാക്കുന്നതിൽ ചെമ്പരോട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പങ്കുണ്ട്. അതുകൂടി ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ചെമ്പരോട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭകൾ, രക്ഷാകർത്താക്കൾ, സർവോപരി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പരസമ്മഠത്തിലും അതുപോലെ ശ്രീജാമഠത്തിലും അതുപോലെ അധ്യാപകന്മാർ, രക്ഷാകർത്താക്കൾ, പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, എല്ലാ സ്രോതസ്സുകളും അവരെല്ലാം ഞാൻ അഭിവാദനം ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല. പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. പക്ഷേ അടുത്തതും ഒരു ഹൈസ്കൂളിലെ പരിപാടിയാണ്. അതുകൊണ്ട് പോകാനുള്ള ഒരു അനുവാദം നൽകണമെന്ന വിനീതമായ അപേക്ഷയോടുകൂടി നമ്മുടെ ഇവിടെ വാസ്തവത്തിൽ ഇവിടെ ഈ ഗാന ആലാപനം നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മകൻ, വിദ്യാർത്ഥി സുഹൃത്ത് സിദ്ദിഖ് താജിന് പ്രത്യേകമായ അഭിവാദനം നേർന്നുകൊണ്ട് നിങ്ങളേവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഒരിക്കൽ കൂടി സ്നേഹാദരപുരസ്സരം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആയുരാരോഗ്യം, സന്തോഷം, സംതൃപ്തി, ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവത്സരം കൂടി ഞാൻ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.